കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചൊരു സംശയമാണ്, യൂറിക് ആസിഡ് രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾ തളർന്നു പോകുമോ എന്ന്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ നാഡികളെ തളർത്തുന്ന തരത്തിലേക്ക് യൂറിക് ആസിഡ് വരാറില്ല. യൂറിക് ആസിഡ് രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് രക്തത്തിലുള്ള യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ ചെറിയ ജോയിന്റുകൾ പോയി അടിഞ്ഞുകൂടി ക്രിസ്റ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇത് നമ്മുടെ ജോയിന്റുകളിൽ നീർക്കെട്ടുണ്ടാക്കുകയും നമുക്ക് വേദന ഉണ്ടാക്കുകയും ചെയ്യും. പലപ്പോഴും ഗൗട്ടി ആർത്രൈറ്റിസ് എന്നൊക്കെ വിളിക്കുന്ന അവസ്ഥകൾ നമ്മുടെ പ്രത്യേകിച്ച് കാലിലെ വിരലുകളിൽ ഉണ്ടാകുന്നു. തള്ളവിരലിന്റെ വശങ്ങളിലൊക്കെ വേദന, കൈ ജോയിന്റുകളിൽ വേദന, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ ആ വേദന മാറാതെ നിൽക്കുക. ഇത്തരം പ്രശ്നങ്ങൾ യൂറിക് ആസിഡ് കൂടി വന്നു കഴിഞ്ഞാൽ സംഭവിക്കാറുണ്ട്. കൂടാതെ നിങ്ങൾക്ക് വിട്ടുമാറാതെ വൃക്കയിൽ കല്ല് വരുന്നതിന് യൂറിക് ആസിഡ് പ്രധാന കാരണമാണ്. കാരണം രക്തത്തിൽ യൂറിക് ആസിഡ് ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ വൃക്കകൾ ഇവയെ അരിച്ച് വൃക്കകൾക്കകത്തേക്ക് വരികയും അവ അവിടെ ക്രിസ്റ്റലൈസ് ചെയ്ത് രക്തത്തിലൂടെ വരുന്ന കാൽഷ്യം ഓക്സലേറ്റ് കൂടി അവിടെ കടിഞ്ഞുകൂടി നിങ്ങൾക്ക് കല്ലുകൾ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും. യൂറിക് ആസിഡ് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് ഞാൻ ഈ പറഞ്ഞതാണ്. യൂറിക് ആസിഡ് ഏറ്റവും കൂടുതൽ കൂട്ടുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ജ്യൂസുകൾ, ഫ്രക്ടോസ് കണ്ടന്റ് ഉള്ള ജ്യൂസുകൾ, സോസുകൾ, ഈസ്റ്റ് ഇട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി ഭക്ഷണങ്ങൾ ഇവ കൂടുതലായിട്ട് കഴിച്ചാൽ, ബിയർ, മദ്യം പോലുള്ള ഘടകങ്ങൾ, കൂടാതെ റെഡ് മീറ്റ് കൂടുതലായിട്ട് എടുത്തിരുന്നാലും നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഉയരാം. വ്യായാമം ഇല്ലാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടും.